ഇസ്രായേൽ ജനത്തോട്, അതിലെ ശേഷിപ്പിനോട് ദൈവം പറയാം, നിങ്ങൾ എനിക്കൊരു അസറ്റാണ്. എന്നാ പ്രതിസന്ധി വന്നാലും, എന്നാ പ്രതികൂലം വന്നാലും, ഈ ഉഷസ്സുതോറും ബാധിതനായാലും, സ്തോത്രം, നിരന്തരമായി ദണ്ഡിക്കപ്പെട്ടാലും, ആളുകൾ വാക്കുകൊണ്ട് നിന്നെ കുത്തിയാലും, യു ആർ ആൻ അസറ്റ്. നീ ദൈവത്തിന് നിക്ഷേപമാണ്. നീ ദൈവത്തിന് നിക്ഷേപമാണ്. നീ ദൈവത്തിന് നിക്ഷേപമാണെന്ന് പറഞ്ഞാൽ ഇതിനൊന്നും നിന്നെ തകർക്കാൻ പറ്റുകയില്ല. ഒരു സ്വത്രം പറയാമോ? എത്ര കഷ്ടം വന്നു. നമുക്ക് വന്ന കഷ്ടത വേറെ ആർക്കെങ്കിലും വന്നതെങ്കിൽ അവരൊന്നും ഇന്ന് ഭൂമി കാണുകയില്ലായിരുന്നു. എന്തെല്ലാം പ്രയാസം വന്നു, എന്തെല്ലാം പ്രതികൂലം വന്നു, എന്തെല്ലാം വേദന വന്നു, എന്തെല്ലാം ശോധന വന്നു, എന്തെല്ലാം ഞെരുക്കങ്ങളിലൂടെ പോയി. ഇടതടവില്ലാതെ രോഗങ്ങളും കഷ്ടങ്ങളും നമ്മളെ അലട്ടി. അനവധിയായ മനോഭാരങ്ങളിലൂടെ നമ്മൾ കടന്നുപോയി. ദൈവപൈതലേ, നീ തകർന്നു പോകാതിരുന്നത് നീ ദൈവത്തിനൊരു നിക്ഷേപമായത് കൊണ്ടാണ്. ഇന്ന് പകൽ ദൈവത്തിന്റെ പൈതലേ, കഷ്ടത വന്നെങ്കിലും, പ്രയാസം വന്നെങ്കിലും, പ്രതികൂലം വന്നെങ്കിലും, നിന്ന വന്നെങ്കിലും, അപമാനം വന്നെങ്കിലും, എന്നെ നിങ്ങളെയും കൺമണി പോലെ കാത്തു സൂക്ഷിച്ച ആമേൻ ദൈവത്തിന്റെ വിശ്വസ്തതകളെ ഓർത്ത് ഹല്ലേലൂയ ഇന്ന് പകൽ ദൈവത്തെ സ്തുതിക്കാൻ പറ്റുമോ? അവൻ ആരാധനയ്ക്ക് യോഗ്യനാണ്. നിന്റെ ജീവിതത്തിന്റെ പ്രതിസന്ധികളുടെ നടുവിൽ ഹല്ലേലൂയ നിന്നെ കൺമണി പോലെ കാത്ത, ഒരു നിക്ഷേപം പോലെ സൂക്ഷിച്ച ദൈവത്തിന്റെ വിശ്വസ്തത അതെത്ര വലുതാണ്. അതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ.